എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം. കോട്ടയം സൈഡിലെ ഒരു പരമ്പരാഗത വിഭവമായിരുന്ന പിടിയും കോഴിയുമാണ് ചെയ്യുന്നത്. ആയിരുന്നത് എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇതിന് എല്ലാവരുടെയും ഒരു റെസിപ്പിയാണ്, വളരെ ട്രഡീഷണൽ ആയിട്ടൊരു റെസിപ്പിയാണ്. പിടിയും കോഴിയും എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇടിയപ്പപ്പൊടി യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഇത്രയും ചുവന്നുള്ളിയും, പിന്നെ ഈ വെളുത്തുള്ളി ഓപ്ഷനിലാണ്, എടുത്താലും ഒരുപാട് എടുക്കരുത്, 2-3 വെളുത്തുള്ളി മാത്രമേ എടുക്കാവൂ. അതിൻ്റെ കൂടെ ജീരകം, ഇതല്പം വെള്ളം ചേർത്ത് അരയ്ക്കാൻ, നന്നായിട്ട് അരയണം. ഇത് നന്നായിട്ടിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളത്തിൽ വേണം നമുക്ക് മാവ് കുഴയ്ക്കാൻ. ഇച്ചിരി ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം ആ മിക്സി ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിക്കുവാണ്. അപ്പോൾ ഇതൊരു 2-3 കപ്പ് വെള്ളത്തിനകത്താണ് ഞാൻ ചേർത്തത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇച്ചിരി ഉപ്പൂടിട്ടു. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് മാവൊന്ന് റെഡിയാക്കി വയ്ക്കാം. നമുക്കിതിനകത്ത് 2 കപ്പ് പൊടിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല പൊടിഞ്ഞ പൊടിയാണ് നല്ലത്. കുത്തരി കൊണ്ടും ഇത് ചെയ്യാം. ഇതിലേക്ക് പൊടിയായി തിരുമിയ 1.5 കപ്പ് തേങ്ങ. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് സൗകര്യമായിട്ട് തന്നേക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളത്തിനകത്ത് ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ഇനി ഉപ്പിടുന്നില്ല. തേങ്ങയോടൊപ്പം ഈ പൊടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേന് ഇവിടെ നമ്മുടെ ഉള്ളി വെള്ളം കറക്റ്റായിട്ട്, ഉള്ളി ജീരകം ഒക്കെ അരച്ച വെള്ളം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് ഉപ്പ് നല്ലപോലെ, എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഉപ്പ് വേണോ ആ ഉപ്പ് വേണം, അതല്ലെങ്കിൽ മാവിന് ഉപ്പുണ്ടാവത്തില്ല. ഇനി ഈ മാവിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള പോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ. ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്. മാവ് നന്നായിട്ട് വേകട്ടെ. ആവശ്യമുള്ളത്രയും മാത്രമേ ആദ്യം ഒഴിച്ചു കൊടുക്കാവൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ. ഈ ജീരകത്തിൻ്റെയും ചുമന്നുള്ളിയുടെയും കൂടെ ഒക്കെ ഒരു മണമുണ്ട് കേട്ടോ. അതിന് നമ്മൾ ഭയങ്കര ചൂടായിപ്പം. അപ്പോൾ അത് കൈകൊണ്ട് കുഴയ്ക്കാവുന്ന പരുവം വരെ അവിടെ നിന്ന് ഇരുന്നോട്ടെ. എടുത്തതിൻ്റെ ബാക്കി ഈ വെള്ളമില്ലേ, ഇത് കളയരുതേ. ഇത് നമുക്ക് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഒരല്പം എണ്ണ കയ്യിൽ തേച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ചേർക്കണം. ഇപ്പം ഞാൻ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടതായതുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ചിലർ തേങ്ങാപ്പാൽ ചേർക്കും. ഞാനിത് നന്നായിട്ട് സോഫ്റ്റായിട്ട് അരച്ച് ഇതങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് തേങ്ങാപ്പാലിന് പകരം. അപ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പും ടെക്സ്ചറും കിട്ടും. കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തരാം. ഇത് ഈ നമ്മൾ ബാക്കി വന്ന ഉള്ളിയുടെ വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ച് വേണം നന്നായിട്ട് തിളപ്പിക്കാൻ. അത് തിളയ്ക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ നെല്ലിക്ക വലുപ്പത്തിലെല്ലാം ഉരുട്ടി ശരിയാക്കി വയ്ക്കാം. ഇത്രയും വലിപ്പമുള്ള ഇത് മതി. നമ്മുടെ കയ്യിൽ 2ലും ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് വേണം ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ. ഒരു സ്പൂണോ വല്ലതും യൂസ് ചെയ്ത് ഒരുപോലെ ക്വാണ്ടിറ്റി എടുത്താൽ എല്ലാം ഒരുപോലെ നമുക്ക് ചെയ്യാം. സൈസ് ഒരുപോലെ ആയിരിക്കണം. നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഈ വിവിധങ്ങളായിട്ടുള്ള റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ചേരുന്ന പലതരത്തിലുള്ള ചിക്കൻ കറി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതെല്ലാം പിടിയുടെ കൂടെ ഒന്നിച്ച് പിടിക്കാൻ പറ്റിയത് തന്നെയാണ്. നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാത്രമേ ആ ഉരുളകൾ ഇടാവൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആ വെള്ളത്തിനൊരു ചെറുതായിട്ട് ഉപ്പ് വേണം. അപ്പോൾ അതിന് ഞാനൊരല്പം ഉപ്പിടുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് ഇടണം. നല്ലപോലെ തിളയ്ക്കുമ്പോഴേ മാക്സിമം തീയിലിട്ട് വേണം ഇടാനേ. അതുപോലെ തന്നെ അത് ഇളക്കരുത്. ഇളക്കിയാലും അത് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുപോലെ ഒന്നിച്ച് കുടഞ്ഞിടരുത്, അതും പ്രശ്നമാണ്. എല്ലാം ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തട്ടുകേട് പറ്റിയാൽ കൈവിട്ടു പോകും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിന് ഞാൻ അടച്ച് തന്നെ വെക്കുകയാണ്. നന്നായിട്ടൊന്ന് വെന്തോട്ടത്. വേഗം വരെ ഇതിന് ഇളക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. അപ്പം ഇത് വെന്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ നേരത്തെ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ, ആ തേങ്ങയ്ക്കകത്തേക്ക് ഒരു ശകലം അരിപ്പൊടി, 1 സ്പൂണ് അരിപ്പൊടി ഇട്ടൊന്ന് കലക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ട് വരാനായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്കിനി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും ഇതുമെല്ലാം ശരിയായി വരുമ്പോൾ നമ്മുടെ പിടി കറക്റ്റായിട്ട് വരും. ചാറ് നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇതിങ്ങനെ പൊട്ടാതെ നമ്മൾ ചെയ്യണേ. ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ പിടി കൈവിട്ട് പോകാതെ നോക്കണം. ഇച്ചിരി ചുമന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഈ ചുമന്നുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തങ്ങ് കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. പിടി റെഡിയാണ്. ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഇരിക്കുമ്പോൾ ഒരു ശകലം കൂടി ഇതൊന്ന് ടൈറ്റ് ആവും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റി ഒതുക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ കറിയും കൂടെ ചെയ്യാം. 2 എപ്പിസോഡ് ഒന്നിച്ച് ചെയ്യുകയാണ്. കോഴിയുടെ കൂടെ പിടിയുടെ കൂടെ കോഴിയും.
അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്യുന്ന ഭാഗം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇതിനകത്ത് ഞാൻ ചെയ്ത് 1 കിലോ ചിക്കനാണ്. ഇതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾ ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ ഉള്ളി വഴറ്റുന്ന നേരം കൂടെ അതവിടെ ഇരിക്കട്ടെ. പെട്ടെന്ന് ചിക്കനിൽ ഉള്ളി വഴറ്റാം. ബേസ് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു. പാത്രം ചൂടാകുമ്പോൾ നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ഒരുവിധം ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടി കുറഞ്ഞരിഞ്ഞ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഇടാം. മീഡിയം തീയിലിട്ട് വഴറ്റാം. അതിലേക്ക് പെരുംജീരകം, കറുവാപ്പട്ട, പിന്നെ അല്പം ഉപ്പ്, പിന്നെ അതിലേക്ക് വളരെ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ. ഉള്ളി ഇനി വഴലാനുണ്ട്. അപ്പോഴത്തേന് തേങ്ങായും നമുക്ക് ആവശ്യമുള്ളതുപോലെ വഴന്നോളൂ. 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്, മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് മീറ്റ് മസാല, ഒരല്പം മഞ്ഞളും ഇട്ടു. ഒരുപാട് നേരം ഇടണ്ട. അപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇട്ടത്. വെറുതെ എണ്ണയിലേക്ക് ഒരിക്കലും ഒരു പൊടിയും ഇടരുത്. പൊടി കരിഞ്ഞു പോവും. ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ ഇടുന്നതുകൊണ്ട് അതിൻ്റെ ഗുണവും പോവും. അപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ചാണ് ഇപ്പോഴും ഇരിക്കുന്നത്. വളരെ ചെറിയ തീയിൽ വേണേ, കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഇതിനകത്ത് ഒട്ടും. ഇപ്പം അടച്ച് വെക്കുക. ചിക്കനകത്തെ വെള്ളമെല്ലാം ഒന്ന് വെളിയിൽ ഇറങ്ങട്ടെ. അപ്പോൾ ആ ചെറിയ തീയിൽ അതിനകത്തെ വെള്ളം മുഴുവൻ പുറത്തിറങ്ങി, ഉള്ള വെള്ളമെല്ലാം പുറത്തിറങ്ങി. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ചിക്കന് ടേസ്റ്റിന് വ്യത്യാസമാകും. ഇത് ചൂടുവെള്ളമാണേ. ഇനി നമുക്കൊരല്പം തീ കൂട്ടിയിടാം. 2-3 പച്ചക്കറിവേപ്പിലയും കൂടെ കിടന്നോട്ടെ. അത് നന്നായിട്ട് തിളച്ച് ചേരട്ടത്. അപ്പോൾ പിന്നെ കടുക് വറുത്ത് ചേർത്താൽ മതി. ചിക്കൻ കറി കുറുകുമ്പോഴത്തേനും നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് കടുകിടാം. അത് കടുക് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞതിടാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകട്ടെ. ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയും കളറാകുന്നുടനെ നമുക്ക് കറിവേപ്പില ഇടാം. എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ കറിവേപ്പില അങ്ങ് കരിഞ്ഞു പോകാതെ വറുത്ത് പോകാതെ നമുക്ക് എടുക്കാം. നമ്മുടെ കടുക് വറുത്തതും റെഡിയായി. ഇവിടെ ഇപ്പോൾ എന്താ കറി നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ പിടി എന്ന് പറഞ്ഞാൽ തേങ്ങ ഒപ്പത്തിൽ ചേർത്ത് നമ്മൾ ചെയ്യുന്നതാണ്. കുറച്ച് സോഫ്റ്റാണ് അതിൻ്റെ ടേസ്റ്റ്. ജീരകവും തേങ്ങയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള സൈഡ് ഡിഷാണ് നല്ലത്. പിന്നെ എരി എപ്പോഴും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിടിയുടെ കൂടെയുള്ള കോഴിക്കറി റെഡിയായി. ഈ കറിയുടെ കളറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായില്ല, നല്ല നാടൻ ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിടിയുടെ കൂടെയുള്ള കോഴിക്കറിയും റെഡിയാണ്. പിടിയും കോഴിയും കൂടെ ഒരു പിടി പിടിക്കുക. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം. അതിനാണ് ഒറ്റ എപ്പിസോഡിൽ രണ്ടും നിങ്ങൾക്കായിട്ട് ചെയ്തു തന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.